മിസൈലുകളുടെ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ആദ്യ കാലഘട്ടത്തിൽ ഇന്ത്യ ആശ്രയിച്ചിരുന്നത് ബലിസ്റ്റിക് മിസൈലുകളായ പൃഥ്വിയാണ്. പിന്നീട് അത് അഗ്നി സീരീസിലോട്ട് മാറി. ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ആശ്രയിച്ചത് ബ്രഹ്മോസ് മിസൈലിനെയാണ്. സൂപ്പർസോണിക് ബ്രഹ്മോസ് മിസൈലുകൾ പാകിസ്ഥാനിൽ പൂർണ്ണമായിട്ടും നാശനഷ്ടം വരുത്തി. പാകിസ്ഥാന്റെ 10ഓളം എയർഫീൽഡുകളും അതുപോലെ തന്നെ എയർപോർട്ടുകളുമൊക്കെ ഈ ആക്രമണത്തിൽ തകർന്നു. പക്ഷേ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇന്ത്യ ആശ്രയിക്കാൻ പോകുന്നത് ബ്രഹ്മോസിനെയുമല്ല. ഇന്ത്യയുടെ 3 പുതിയ ഹൈപ്പർസോണിക് മിസൈലുകൾ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരെണ്ണം ഇപ്പോൾ തന്നെ ഏതാണ്ട് നേവിയുടെ ഭാഗമായി കഴിഞ്ഞു. അത് കൂടാതെ 2 മിസൈലുകൾ കൂടി പണിപ്പുരയിലാണ്. ഏതൊക്കെയാണ് ആ മിസൈലുകൾ? എന്താണ് ഇന്ത്യയുടെ മാറുന്ന യുദ്ധതന്ത്രത്തിന്റെ പ്രത്യേകതകൾ? എന്തായിരിക്കാം ഈ ഹൈപ്പർസോണിക് മിസൈലുകൾ ദക്ഷിണേഷ്യയിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ? ഇന്ത്യയുടെ മൊത്തം യുദ്ധതന്ത്രത്തിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്? ഇതെല്ലാം തന്നെ നമുക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒന്ന് വിശകലനം ചെയ്യാം. ആദ്യമായിട്ട് ഇന്ത്യ ഇപ്പോൾ സർവീസിൽ, അതായത് പാർട്ട്ലി ഓപ്പറേഷനിലായിട്ടിരിക്കുന്ന മിസൈലിനെ കുറിച്ച് നമുക്ക് പറയാം. അത് ലോങ് റേഞ്ച് ആന്റി ഷിപ്പ് ഹൈപ്പർസോണിക് മിസൈൽ LRASHM ആണ്. ഈ LRASHM ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ പരേഡിൽ നമ്മൾ പ്രദർശിപ്പിച്ചിരുന്നു. ഇതിന്റെ ദൂരപരിധി 1500 കിലോമീറ്റർ ആണ്. ഇതിന് ഏതാണ്ട് മാക് 5, അതായത് ശബ്ദത്തെക്കാൾ ഒരു 5-6 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു മിസൈലാണ്. ഈ മിസൈലുകൾ ഒരേപോലെ തന്നെ കപ്പലിൽ നിന്നും കരയിൽ നിന്നും അതുപോലെ തന്നെ ആകാശത്തിൽ നിന്നും വിക്ഷേപിക്കാൻ പറ്റുന്ന മിസൈലായിട്ടാണ് ഇപ്പോൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ 3 പ്ലാറ്റ്ഫോമിൽ നിന്ന് ലാൻഡ്, എയർ, ഷിപ്പ് വിക്ഷേപിക്കാവുന്ന ഈ മിസൈലുകൾ, ഇതിലെ ഒരൊറ്റ മിസൈൽ മതി ഒരു വിമാനവാഹി കപ്പലിനെ എന്നേക്കുമായിട്ട് ഓപ്പറേഷനിൽ നിന്നും മാറ്റി നിർത്താനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ LRASHM അത് ഓൾറെഡി പാർട്ട്ലി ഓപ്പറേഷനിലാണ്. അതിൻ്റെ ലിമിറ്റഡ് സീരീസ് പ്രൊഡക്ഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അത് കൂടുതൽ മാറ്റങ്ങളോടുകൂടി അതിൻ്റെ വരും ദിവസങ്ങളിൽ അതിൻ്റെ പ്രവർത്തനം കൂടുതൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് അത് കൂടുതൽ പ്രിസിഷനോടുകൂടി സർക്കുലർ എറർ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു വളരെ ചെറിയ വ്യത്യാസം മാത്രം, ഇനി അഥവാ എന്തെങ്കിലും കാരണവശാൽ ആ മിസൈൽ മാറിപ്പോവുകയാണെങ്കിൽ 5 മീറ്ററിൽ താഴെയായിരിക്കും അതിൻ്റെ സർക്കുലർ എറർ പ്രോബബിലിറ്റി. അതായത് പരമാവധി അത് ലക്ഷ്യത്തിൽ നിന്നും ഒരു 5 മീറ്റർ പരിധിക്കുള്ളിലാണ് അത് മാറാൻ സാധ്യതയുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ പ്രഹരശേഷി എത്രമാത്രമാണെന്ന്. ആ ഒരു മിസൈൽ ഓൾറെഡി നമ്മുടെ സൈന്യത്തിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ കപ്പലുകൾക്ക് നേരെയുള്ള ഇന്ത്യയുടെ ആക്രമണത്തിൻ്റെ കുന്തമുന ഈ പറയുന്ന ലോങ് റേഞ്ച് ആന്റി ഷിപ്പ് ഹൈപ്പർസോണിക് മിസൈൽ ആയിരിക്കും. നമുക്കറിയാം, ഇപ്പോൾ ബ്രഹ്മോസിന്റെ നേവൽ വെർഷനാണ് ഇന്ത്യ എല്ലാ ഫ്രിഗേറ്റുകളിലും ഡിസ്ട്രോയറുകളിലും ഘടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വരുന്ന ദിവസങ്ങളിൽ അത് മാറിയിട്ട് ഇനി വരാൻ പോകുന്നത് ഈ പുതിയ മിസൈലായിരിക്കും. ബ്രഹ്മോസ് ഒരു സൂപ്പർസോണിക് മിസൈലാണെങ്കിൽ ഇത് ഒരു ഹൈപ്പർസോണിക് മിസൈലാണ്. അതായത് ബ്രഹ്മോസിന്റെ ഇരട്ടിയോളം വേഗത വരുന്ന ഇപ്പോഴത്തെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒരു കാരണവശാലും പ്രതിരോധിക്കാൻ പറ്റാത്ത ഒരു മിസൈൽ. രണ്ടാമത്തേത് ഞാൻ പറയാൻ പോകുന്നത് ധ്വനിയെക്കുറിച്ചാണ്. ധ്വനി ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എന്ന് പറയുന്ന കാറ്റഗറി പെടുന്നതാണ്. അതായത് ഈ മിസൈല് ഏതാണ്ട് 100 പരമ്പരാഗത റോക്കറ്റ് ബൂസ്റ്ററുകൾ ഘടിപ്പിച്ച ഈ മിസൈൽ 100 കിലോമീറ്ററോളം ഉയരെ അന്തരീക്ഷത്തിലേക്ക് പോയിട്ട് പിന്നെ ഒരു ബലിസ്റ്റിക് മിസൈൽ പോലെ താഴേക്ക് വരും. പക്ഷെ താഴേക്ക് വരുന്നതിൽ മാത്രമേ ബലിസ്റ്റിക് മിസൈലുമായിട്ടുള്ള സാമ്യമുള്ളൂ. അതിൻ്റെ പാത ബലിസ്റ്റിക് മിസൈൽ പോലെ നിശ്ചിതമല്ല. കാരണം അത് വളഞ്ഞും പുളഞ്ഞും തിരിഞ്ഞുമൊക്കെ വരും. ഒരു ബലിസ്റ്റിക് മിസൈൽ ഒരു നിശ്ചിത പാതയിലൂടെ മാത്രമാണ് വരുന്നത്. അത് കാരണം ബലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാനും എളുപ്പമാണ്. അതിൻ്റെ വേഗത ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ അഗ്നി 5-ന്
അതിന്റെ ടെർമിനൽ ഫേസ് എന്ന് പറയുന്ന അവസാന ഘട്ടത്തിൽ അതിന്റെ വേഗത ഏതാണ്ട് മാക് 20 വരെയൊക്കെ വരും. അപ്പൊ പിന്നെ എന്തിനാണ് ഈ പിന്നെ മാക് 8 വരുന്ന ധ്വനി എന്നൊക്കെ ചോദിച്ചേക്കാം. പക്ഷെ അത് അവിടെയാണ് ഞാൻ പറഞ്ഞത് വ്യത്യാസം. അതായത് ഈ ധ്വനി അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഈ പറയുന്ന വേഗത സൂക്ഷിക്കും. പക്ഷേ ഹൈപ്പർസോണിക് സാധാരണ ബലിസ്റ്റിക് മിസൈലുകൾ അവസാനത്തെ ഭാഗമാവുമ്പോൾ ഗ്രാവിറ്റി, അതായത് ഭൂഗുരുത്വാകർഷണവും അതിന്റെ സ്വന്തം വേഗതയും കൊണ്ട് ആണ് അത് ഈ അവസാന നിമിഷങ്ങളിൽ ഈ വേഗത അച്ചീവ് ചെയ്യുന്നത്. പക്ഷെ അതിൽ കാര്യമില്ല. കാരണം അതിന് മുമ്പ് തന്നെ അതിനെ തകർക്കും ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ. അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ ഒരു 25-30 കിലോമീറ്ററോ അല്ലെ 50 കിലോമീറ്ററോ ഒക്കെ മുകളിൽ വെച്ച് തന്നെ ചിലതൊക്കെ ആണെങ്കിൽ ഇതിന്റെ ഉത്ഭവ സ്ഥാനത്തോട്ട് തന്നെ അത് ചെന്നിട്ട് 500 കിലോമീറ്റർ ഒക്കെ അകലെ വെച്ച് തകർക്കും. പക്ഷേ ധ്വനി അങ്ങനെ തകർക്കപ്പെടാൻ പറ്റില്ല. കാരണം അതിന്റെ തുടക്കം മുതൽ ഇതേ വേഗതയിൽ തന്നെ ആയിരിക്കും. ഒന്നാമത്തേത്. രണ്ടാമത്തെ കാര്യം, ഈ മിസൈല് ഒരു ക്രൂയിസ് മിസൈൽ പോലെയാണ്. അത് നിശ്ചിതമല്ലാത്ത പാതയിലൂടെ വളഞ്ഞും പുളഞ്ഞും തിരിഞ്ഞും ഒക്കെ വരുന്ന ഈ മിസൈല് അത് എപ്പോഴാണ് ഏത് രീതിയിലാണ് അവസാന നിമിഷം വരുന്നത് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ പൂർണ്ണമായിട്ടും അത് ഒഴിവാക്കി മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് ലക്ഷ്യസ്ഥാനത്തെ തകർക്കും. അതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇനി ഈ ധ്വനിയുടെ റേഞ്ച് നോക്കുമ്പോഴാണ് നമുക്ക് അതിശയം. അതായത് ധ്വനി 10,000 കിലോമീറ്ററിലധികം റേഞ്ചുള്ള ഒരു മിസൈലായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നമ്മുടെ അഗ്നി 5 നമ്മൾ അവകാശപ്പെടുന്നത്, നമ്മൾ പറയുന്നത് അതിന് വെറും 5,500 കിലോമീറ്റർ റേഞ്ച് എന്നാണ്. പക്ഷേ മറ്റു പല രാജ്യങ്ങളും ആരോപിക്കുന്നത് യഥാർത്ഥത്തിൽ അഗ്നി 5-ന് 8,000-ലധികം കിലോമീറ്റർ റേഞ്ച് ഉണ്ടെന്നാണ്. അത് ഇന്ത്യ കുറച്ച് പറയുകയാണ്. പക്ഷേ ധ്വനിയുടെ കാര്യം വരുമ്പോൾ ഇത് 10,000-ലധികമായിരിക്കും കിലോമീറ്റർ ആയിരിക്കും ഇതിന്റെ റേഞ്ച്. ചൈനയെന്നല്ല, യൂറോപ്പല്ല, ഇത് അമേരിക്ക വരെ എത്തും. ആ റേഞ്ചുള്ള ഒരു മിസൈലാണ് ഈ മിസൈല്. ഇത് ന്യൂക്ലിയർ ആയുധങ്ങൾ വഹിക്കാനും ശേഷിയുള്ളതാണ്. ആണവ ബോംബുകൾ ഹോർമോനുകളാക്കാവുന്നതാണ്. കൺവെൻഷനിലും സാധാരണഗതിയിലുള്ളതും ന്യൂക്ലിയർ വെപ്പൺസും ഹോർമോനുകളാക്കാവുന്ന ഒരേ തരത്തിലുള്ള ഒരു മിസൈൽ. ആ മിസൈൽ കണ്ണടച്ച് തുറക്കും മുമ്പ് തന്നെ എതിരാളികളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിയും. ഇതിന് മാക് 5 തൊട്ട് മാക് 8 വരെയാണ് ഇതിന്റെ വേഗത. ഇതിന്റെ ആദ്യത്തെ പരീക്ഷണം, പ്രാഥമിക പരീക്ഷണങ്ങൾ നടന്നു കഴിഞ്ഞു. പക്ഷെ പൂർണ്ണതോതിലുള്ള ആദ്യത്തെ പരീക്ഷണം ഇക്കൊല്ലം നടക്കും എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് റോക്കറ്റ് ബൂസ്റ്ററുകളുടെ സഹായത്തോടെ 100 കിലോമീറ്റർ ഉയരത്തിലെത്തുന്നു. അവിടെ നിന്ന് ഇത് ഒരു കടലാസ് വിമാനം എങ്ങനെയാണ് നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ അന്തരീക്ഷത്തിലേക്ക് എറിയുന്ന കടലാസ് വിമാനങ്ങളുണ്ടല്ലോ, ആ വിമാനം എങ്ങനെയാണ് പറന്നിറങ്ങുന്നത് അതുപോലെയാണ് ഈ ഗ്ലൈഡ് വെഹിക്കിൾ. അതുകൊണ്ടാണ് അതിന് ഗ്ലൈഡിങ് എന്ന് പറയുന്നത്. ആ ഗ്ലൈഡ് വെഹിക്കിൾ വരുന്നത്. ഇതിന് ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന സെൻസറുകൾ, അതുപോലെ ഭൂമിയിലേക്ക് 100 കിലോമീറ്റർ ഉയരത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇത്ര വേഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ചൂട് പ്രതിരോധിക്കാനായിട്ട് അതിൻ്റെ പുറംചട്ട ചൂടിനെ പ്രതിരോധിക്കുന്ന മെറ്റൽസ് കൊണ്ട് അല്ലെ അലോയ്സ് കൊണ്ട് ഉണ്ടാക്കുന്നതായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ മിസൈൽ ഈ വർഷം തന്നെ പരീക്ഷണത്തിലെത്തും. 2-3 വർഷത്തിനുള്ളിൽ ഇത് സേനയുടെ ഭാഗമാകും. ഇനി അവസാനത്തേത് ഞാൻ പറയാം. അത് എക്സ്റ്റൻഡഡ് ട്രാജക്ടറി ലോങ് ഡിസ്റ്റൻസ് ഹൈപ്പർസോണിക് മിസൈലാണ്. ഇതും ഏതാണ്ട് ഒരു 1,500 തൊട്ട് 2,000 കിലോമീറ്റർ വരെ പരിധിയുള്ള ഒരു ക്രൂയിസ് മിസൈലാണ്. ഈ ഹൈപ്പർസോണിക് മിസൈലുകൾ 2 തരത്തിലുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ഇപ്പോൾ ധ്വനി ഒരു ഗ്ലൈഡ് വെഹിക്കിൾ ആണെങ്കിൽ, ഇത് പിന്നെ രണ്ടാമത്തേത് എക്സ്റ്റൻഡഡ് ട്രാജക്ടറി ഹൈപ്പർസോണിക് മിസൈൽ ഒരു ക്രൂയിസ് മിസൈലാണ്. ആ ക്രൂയിസ് മിസൈല് സാധാരണ ക്രൂയിസ് മിസൈലിനുള്ള എല്ലാ അഡ്വാൻറ്റേജസും അതിനുണ്ട്. തുടക്കം തൊട്ട് തന്നെ അതിൻ്റെ കോഴ്സ് കറക്ഷൻ എന്ന് പറയുന്നത് നടത്താൻ പറ്റും. അത് ലക്ഷ്യസ്ഥാനത്തിന് എത്തിയിട്ട് അതിന് ചുറ്റും ഒന്ന് കറങ്ങി കൃത്യമാണ് ലക്ഷ്യസ്ഥാനം എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമായിരിക്കും. അതല്ലെങ്കിൽ വേണമെങ്കിൽ ആ മിസൈൽ തിരിച്ചു വിളിക്കാം. നമ്മുടെ പുരാണങ്ങളിലൊക്കെ നമ്മൾ ചില അസ്ത്രങ്ങളൊക്കെ തിരിച്ചു വിളിക്കാൻ പറ്റുന്ന അസ്ത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചിട്ട് അത് തിരിച്ചു വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് പിന്നെ ഈ നാടിൻ്റെ കഴിവുകേടാണ്. പക്ഷെ ഇവിടെ ഈ ക്രൂയിസ് മിസൈലുകൾ പലതും തിരിച്ചു വിളിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയുള്ള ഈ മിസൈൽ മിഡ് കോഴ്സ് കറക്ഷൻ, അതുപോലെ ഇത് പോകുന്ന വഴിയിൽ ഇത് ഡ്യുവൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇതിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതുപോലെ തിരിച്ച് ഇതിൽ നിന്നും കമ്മ്യൂണിക്കേഷന് വരികയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മിസൈലാണ് ഇപ്പോൾ നമ്മൾ പരീക്ഷിക്കുന്നത്.
അതും ഒരു 2 കൊല്ലത്തിനുള്ളിൽ ഇന്ത്യയുടെ മിസൈൽ ശേഖരത്തിന്റെ ഭാഗമാണ്. ചുരുക്കി പറഞ്ഞാൽ 2030 നമ്മുടെ ആക്രമണത്തിന്റെ കുന്തമുന ഹൈപ്പർസോണിക് മിസൈലുകളാവും. ബ്രഹ്മോസിന്റെ എക്സ്റ്റൻഡഡ് വെർഷൻ 800 കിലോമീറ്റർ വെർഷനൊക്കെ ഇന്ത്യ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ മിസൈലുകളുടെ ആക്രമണം ഈ ഒരു ഹൈപ്പർസോണിക് മിസൈലുകളായിരിക്കും. അതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും ഇത് നമ്മുടെ സൈന്യത്തിന്റെ ഭാഗമായി ഇന്ത്യ ഒരു റോക്കറ്റ് ഫോഴ്സ് പ്ലാൻ ചെയ്യുകയാണെന്നുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. ആ റോക്കറ്റ് ഫോഴ്സിന്റെ കീഴിലായിരിക്കാം ഒരുപക്ഷെ ഇതെല്ലാം ഉള്ളത്. ഈ മിസൈലുകൾ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാനാണ് ഇന്ത്യയുടെ ശ്രമം. അതായത് സാധാരണ ഹൈപ്പർസോണിക് മിസൈലൊക്കെ വെറും ഒരു ഡിറ്ററന്റ് ആയിട്ട്, അതായത് ശത്രുവിനെ പേടിപ്പിക്കാനുള്ളതായിട്ട് മാത്രം ആണ് വിഭാവനം ചെയ്യുന്നതെങ്കിൽ ഇന്ത്യ ഇത് കൃത്യമായിട്ട് ഇത് നമ്മുടെ ആക്രമണത്തിന്റെ അതായത് കുന്തമുന, നമ്മുടെ ആക്രമണത്തിൽ മുഖ്യ പങ്ക് വഹിക്കാൻ പോകുന്നത് ഈ ഹൈപ്പർസോണിക് മിസൈലുകളാകും. ഇത് അവിടെ നിൽക്കുന്നില്ല, ഇതിന്റെ വേഗത വർദ്ധിപ്പിക്കും, ഇതിന്റെ പ്രിസിഷൻ വർദ്ധിപ്പിക്കും. അതായത് അഗ്നി 5ന്റെ റേഞ്ച് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ബ്രഹ്മോസിന്റെ വേഗതയും വർദ്ധിപ്പിക്കാനുള്ള ശ്രമം, റേഞ്ചും വർദ്ധിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അത് മാത്രവുമല്ല, ബ്രഹ്മോസ് NG എന്നുള്ള നെക്സ്റ്റ് ജനറേഷൻ ഒരു പുതിയ മിസൈൽ വരാൻ പോകുന്നു. അത് എയർ ലോഞ്ച്ഡ് മിസൈൽ ആയിരിക്കും. സാധാരണ ബ്രഹ്മോസിനുള്ള ഭാരം എന്ന് പറയുന്നത് 2.5 ടണ്ണാണ്. അതിൽ നിന്ന് മാറി 1.5 ടണ്ണായിട്ട് അത് കുറയുകയാണ്. എന്തായാലും ശരി, ഇന്ത്യ മിസൈൽ ഫോഴ്സ്, അതിശക്തമായ ഒരു മിസൈൽ ഫോഴ്സുമായിട്ട് രംഗത്ത് വരാൻ പോവുകയാണ്. അതിൽ ഈ ഹൈപ്പർസോണിക് മിസൈലുകളായിരിക്കും മുഖ്യമായിട്ടും നമ്മളെ ആയുധം. വരും ദിവസങ്ങളിൽ കൂടുതൽ ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നതനുസരിച്ച് നമുക്കത് വിശകലനം ചെയ്യാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.